സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരിൽ കൂടുതൽ ആളുകളും പറയുന്ന ഒരു പരാതി, അതായത് മൊബൈലിൻ്റെ നെറ്റ്വർക്ക് സ്പീഡ് വളരെ കുറവാണ് എന്നാണ്. നമുക്ക് ഒരു സെറ്റിങ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ചില മൊബൈലിൽ സെറ്റിങ്സിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാകുകയില്ല. ഇപ്പം ഞാൻ സാംസങ് മൊബൈലാണ് ഉപയോഗിക്കുന്നത്. സാംസങ്ങിൽ ഈ ഒരു ഓപ്ഷൻ കാണുന്നില്ല. അങ്ങനെ ഇല്ലാത്ത മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി അതേ ഒരു സെറ്റിങ്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ സാധിക്കും. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ അക്സെപ്റ്റ് യൂസേജ് പോളിസി എന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ടാകുക. ഇവിടെ ആൻഡ്രോയിഡ് ബിലോ 11, അതായത് ആൻഡ്രോയിഡ് 11ൻ്റെ മുകളിൽ ഉള്ളതാണോ അല്ലെങ്കിൽ 11 ആണോ 11 താഴെയാണോ ഇവിടെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മൊബൈലിൻ്റെ സോഫ്റ്റ്വെയർ ഏത് ആൻഡ്രോയിഡ് 11 മുകളിലാണോ താഴെയാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. എൻ്റെ മൊബൈൽ വർക്ക് ചെയ്യുന്നത് ആൻഡ്രോയിഡ് 11 മുകളിലാണ്. ആൻഡ്രോയിഡ് 11 ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ വർക്ക് ആകുന്നില്ല. ആൻഡ്രോയിഡ് 11 പ്ലസ് ഞാൻ തിരഞ്ഞെടുക്കുകയാണ്, അതായത് രണ്ടാമത്തെ ഓപ്ഷൻ. ഞാനത് ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്കിവിടെ ഓപ്പൺ ആകുകയാണ്. ഓപ്പൺ ആയാൽ ഇവിടെ താഴെയായിട്ട് സെറ്റ് പ്രിഫേർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങളവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ LTE ഓൺലി എന്ന ഒരു ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ LTE ഓൺലി എന്ന ഓപ്ഷനിലേക്ക് അത് മാറിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് നോക്കുക. ഇൻ്റർനെറ്റ് എത്രത്തോളം സ്പീഡ് കൂടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ ഒരു ഓപ്ഷൻ നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെയുണ്ട്. അതായത് സാംസങ്ങിൽ ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കാണുന്നില്ല. മറ്റു മൊബൈലിലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നിങ്ങൾ മൊബൈലിൻ്റെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്തിട്ട് *#4636# ഇങ്ങനെ ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ മറ്റൊരു പേജിലേക്ക് ഇത് എത്തിച്ചേരും. അവിടെയും ഇതേ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന അതേ ഒരു ഓപ്ഷൻ. ആ ഓപ്ഷനിൽ ഇതേപോലെ തന്നെ സെറ്റ് പ്രിഫേർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു 3-4 ഓപ്ഷൻ വരും. അതിലെ ഏറ്റവും മുകളിലെ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ തന്നെ ഈ ഒരു പേജിലായിരിക്കും എത്തിച്ചേരുക. അന്നേരം നിങ്ങൾ ആ ഒരു സെറ്റ് പ്രിഫേർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് LTE ഓൺലി ആക്കി കൊടുത്താൽ മാത്രം മതി. നിങ്ങളുടെ മൊബൈലിൽ നെറ്റ്വർക്ക് സ്പീഡ് സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് അത് പെർഫോം ചെയ്യും. അതുകൊണ്ട് വേറൊരു ചെറിയൊരു പ്രോബ്ലം ഉള്ളത് നിങ്ങളുടെ ബാറ്ററി കപ്പാസിറ്റി, അതായത് ബാറ്ററി പെട്ടെന്ന് ലോ ആകാൻ സാധ്യതയുണ്ട്. കാരണം ഇൻ്റർനെറ്റ് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ബാറ്ററി ലോ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഉപയോഗിച്ച് നോക്കി, എൻ്റെ ബാറ്ററി ഒന്നും അത്ര പെട്ടെന്നൊന്നും കുറയുന്നില്ല. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ നോക്കിയാൽ കാണാം 80% ഇപ്പോൾ ബാറ്ററി ചാർജ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല സ്പീഡോട് കൂടി ഞാൻ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്തൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.